ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ അഥവാ നമുക്ക് പേരായിട്ട് പറയുകയാണെങ്കിൽ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാർഡൻസ് ഫോർമുലയൊക്കെ കണ്ടിരുന്നു. അത് വെച്ചിട്ടൊരു 2-3 ടൈപ്പ് ക്യൂബിക് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അത് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. വലിയ വലിയ ആൻസേഴ്സ്, ഫൈനൽ ആൻസേഴ്സ് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവുന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും സ്റ്റെപ്പുകളൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നോർമലി ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ഈ ഫോമാറ്റിൽ നമ്മൾ എഴുതാം. ഒരു a0x⁴, a1x³ a2x² അങ്ങനെ ഉണ്ടായിരിക്കാം. നമ്മൾ ക്യൂബിക് ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ വേരിയബിളിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേരിയബിളല്ല കോഎഫിഷ്യൻറ്റ്സ് അല്ലേ, അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രൂ ഔട്ട് a0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1x⁴ ആക്കി മാറ്റാമല്ലോ. അപ്പോൾ ഇവിടെ a1/a0 വരും, a2/a0 വരും, a3/a0 വരും, a4/a0. അപ്പോൾ ഇവിടെ 1 ആക്കി നമുക്ക് മാറ്റാം. പിന്നെ ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ എന്തായാലും ഈ a0 0 ആവില്ലല്ലോ, അപ്പോൾ a0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എടുക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്: x⁴ പ്ലസ് ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. അതായത് ലീഡിങ് കോഎഫിഷ്യൻറ്റ് 1 ആക്കിയിട്ടാണ് നമ്മൾ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നത്. അത് ജനറൽ ഫോം, ജനറൽ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടും തെറ്റൊന്നുമില്ല, കാരണം ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും അത് ഇതിൻ്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാദ്യം തീരുമാനമായി. ജനറൽ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. ഇനിയിപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മളെങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഫെറാറീസ് മെത്തേഡാണ്. ഓക്കെ, കഴിഞ്ഞ കൊല്ലം സെമിസ്റ്റർ എക്സാമിന് ഫെറാറീസ് മെത്തേഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു. എസ്എ ക്വസ്റ്റ്യൻ ഇതായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ജനറലായിട്ട് എന്താണ് പ്രൊസീജിയർ നോക്കാം, എന്നിട്ട് എക്സാമ്പിൾസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫെറാറീസ് മെത്തേഡാണ് ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. കാർഡൻസ് ഫോർമുലയാണ് ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫെറാറീസ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റായിട്ട് പോവാം. കുറച്ച് കട്ടിയായിട്ടൊക്കെ തോന്നും, പക്ഷേ കുഴപ്പമില്ല, സാവധാനം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ചോദിച്ചോളൂ. ഫെറാറീസ് മെത്തേഡിൽ നമ്മളൊരു ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. x⁴ പ്ലസ് ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d = 0. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ആ 1നെ ഞാൻ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴും ഇതേ സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ 2 ടേംസ് ഉണ്ടല്ലോ, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തുക. അതായത് x⁴ പ്ലസ് ax³ എന്ന ടേം ലെഫ്റ്റിൽ നിർത്തുക, ബാക്കിയുള്ളതൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, x⁴ പ്ലസ് ax³ എല്ലാം മൈനസ് ആക്കി കൊടുക്കുക, -bx² മൈനസ് cx മൈനസ് d. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ബാക്കിയെല്ലാം ചെയ്യുന്നതിലാണ്. നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പോവുക. നമ്മൾ 10ാം ക്ലാസ് ലെവലിൽ നിന്ന് കണ്ടതാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള പരിപാടി. ഓക്കെ, അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫോർത്ത് ഡിഗ്രി ഒക്കെ തന്നിരിക്കുന്നത്, x⁴ പ്ലസ് ax³. നിങ്ങൾ ഈ റെഡ് ലെറ്ററിൽ കാണിച്ചിരിക്കുന്നത് ബൈ ഹേർട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ കംപ്ലീഷൻ തന്നെയാണ്. x⁴ x² സ്ഥാനത്ത് ഇപ്പോൾ നമുക്കറിയാം x² പ്ലസ് 10x ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാ സ്ക്വയർ കംപ്ലീഷന് വേണ്ടിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫിൻ്റെ സ്ക്വയർ, അതായത് 10ൻ്റെ ഹാഫ് പറഞ്ഞാൽ 5, 5ൻ്റെ സ്ക്വയർ ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതേ ഒരു ഇതിൽ തന്നെ പോയാൽ മതി. ഇവിടെ x⁴ ആണ്, അപ്പോൾ വേണമെങ്കിൽ x² എന്ന് എഴുതാം. പ്ലസ് ax³ ആണ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കേണ്ടത് രണ്ടാമത്തെ ടേമിൽ നമ്മൾ a+b² എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ a² പ്ലസ് 2ab പ്ലസ് b² ആണല്ലോ. അപ്പോൾ അതിൽ a ആയിട്ട് x² വരുത്തണം, b ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ax ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഒരു 2 കൂടെ വേണമല്ലോ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് ബൈ ഹേർട്ട് പഠിക്കായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇത് മനസ്സിലാക്കണേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇത് ബൈ ഹേർട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ax എന്ന ടേം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 × ax/2 എടുക്കേണ്ടി വരും. ഓക്കെ, ഞാനതിനങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്. x⁴ x² എന്ന് എഴുതി. ax³ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ് 2 × x² × ax/2.
ഇപ്പോൾ 2 × 2 ക്യാൻസലായിട്ട് അതാവും പോകുമല്ലോ. അപ്പോൾ ഇനി നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുകയാണെങ്കിൽ a² + 2ab വന്നു. ബീൻ്റെ സ്ക്വയർ എന്താ? ax/2ൻ്റെ സ്ക്വയർ എന്താ? a² x²/4. അപ്പോൾ ഈ ടേം എക്സ്ട്രാ ആഡ് ചെയ്താലല്ലേ ഇത് a+b² ഫോമാറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ആലോചിക്കേണ്ട. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എക്സാം ഹാളൊന്ന് മറന്നു പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളിതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെയ്തിരുന്ന സമയം കളയേണ്ടി വരും. ഇത് ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാത്രം നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി. അതിന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ടേം a²/4 x² എന്ന ടേമാണ്. അത് രണ്ട് സൈഡിലും ആഡ് ചെയ്യണമല്ലോ. ശരി, a²/4 x² എന്ന ടേം ലെഫ്റ്റിലും ആഡ് ചെയ്തു, റൈറ്റിലും ആഡ് ചെയ്തു. ഞാൻ എല്ലാം മൈനസ് നെഗറ്റീവ് ടേംസ് ആയതുകൊണ്ട് ഫസ്റ്റാണ് എഴുതിയത് മാത്രം. ഇനി നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇൻറ്റൻഷൻ അത് തന്നെയായിരുന്നു, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക എന്നുള്ളത്. ഇത് a², അതായത് x² പ്ലസ് 2ab ആണ്. ഇത് ഇവിടെ b ആയിട്ട് എടുക്കുന്നത് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് ax/2ൻ്റെ സ്ക്വയറാണ്. a² x²/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ 2ab ചെയ്ത് നോക്കൂ. 2 × a എന്ന് പറഞ്ഞാൽ x², b എന്ന് പറഞ്ഞാൽ ax/2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ax³ വരും. അപ്പോൾ ഇത് എന്തിൻ്റെ സ്ക്വയറാണ്? a+b². a എന്ന് പറഞ്ഞാൽ x², b എന്ന് പറഞ്ഞാൽ a/2x². ലെഫ്റ്റ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയല്ലോ. റൈറ്റ് സൈഡ് നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ x² രണ്ട് ടേമിലും ഉണ്ടാവില്ലേ. അപ്പോൾ x² കോമൺ ആയിട്ട് എടുത്തിട്ട് ഫസ്റ്റ് രണ്ട് ടേമിലും x² ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ a²/4 - b × x² - cx - d. വേറൊന്നും ചെയ്തില്ല, ജസ്റ്റ് ആ x² കോമൺ ആയിട്ട് എടുത്തിട്ട് ആ ടേമിനെ മാത്രം ഒന്ന് മാറ്റി എഴുതി. അത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം ഇനി റൈറ്റ് സൈഡും കൂടെ ശ്രദ്ധിച്ചത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡും കൂടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ നമുക്ക് ആ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടോ ഓക്കെ നമുക്കിത് സെക്കൻഡ് ഡിഗ്രിയിലേക്ക് ഒതുക്കായിരുന്നു. ഇതൊരു പെർഫെക്റ്റ്, ഇതിപ്പോൾ സപ്പോസ് ഒരു 5² അല്ലെങ്കിൽ 25 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സ്ക്വയറിനോട് കൊണ്ടുപോയി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓക്കെ നമ്പർ വെച്ച് പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്പർ വെച്ചിട്ട് എന്തായാലും വരില്ലല്ലോ, എക്സിൻ്റെ ഒരു സ്ക്വയർ ആവുമല്ലോ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ തന്നെ കിട്ടുമായിരുന്നു. ഓക്കെ, പക്ഷേ എപ്പോഴും ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. ജനറലായിട്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതിനെയും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം, ഇതും അറ്റ് ദ സെയിം ടൈം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു y എന്ന പുതിയൊരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, ഇപ്പോൾ പറയുമ്പോൾ വലിയൊരു ധാരണയൊന്നും ഉണ്ടാവില്ല, കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം, സെയിം ടൈം ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അതിനൊരു നമ്മൾ ഒരു ടേം ആഡ് ചെയ്യാൻ പോകണം. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് വെക്കുക. ആ ഒരു ഫോമാറ്റ് ഇവിടെ a²/4 x² പഠിച്ച പോലെ ഇനി പറയാൻ പോകുന്ന ടേം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് വെക്കുക. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് ചെയ്യാൻ പോവുക. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ മാറ്റാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ പേജിലുള്ളത് ഒന്നും കൂടെ എടുത്ത് എഴുതിയാൽ വേറെ ഒന്നും മാറ്റിയില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ടു മേക്ക് RHS ഓൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ, RHSും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ടേം ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോ, ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഓർത്തേക്കുള്ള ഒരു എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം. y × x² + a/2x + y²/4. എന്തുകൊണ്ട് ഇത് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റൈറ്റ് ഹാൻഡ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയൊരു y ഉണ്ട് കേട്ടോ. പുതിയൊരു y എന്നൊരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക. നമ്മൾ ആ y കണ്ടുപിടിക്കും. രണ്ട് സൈഡും പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന രീതിയിൽ ഒരു y ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു y ഇപ്പോൾ y-ൻ്റെ ടേംസിൽ മതി, ലാസ്റ്റ് നമ്മൾ y കണ്ടുപിടിക്കും. അതാണ് പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു ടേം ആഡ് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മൊത്തം ടേം a² ആണെന്ന് കരുതാം. ഇതിൻ്റെ കൂടെ 2ab + b² ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a+b² എന്ന് പറയാമല്ലോ. ഇത് a² ആയിട്ട് എടുക്കാം. 2ab + b². ഞാൻ എടുക്കാൻ പോകുന്ന b y/2 ആണ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന b എന്ന് പറഞ്ഞാൽ y/2 ആണ്. അപ്പോൾ b² എന്താ വരിക? y²/4 ആണ് വരിക. ഓക്കെ, 2ab എന്താ വരിക? 2 × y/2. a എന്താ? x² + a/2x. അതല്ലേ ആഡ് ചെയ്യുന്നത്. 2 × y/2 പറഞ്ഞാൽ y × x² + a/2x. അതായത് y × ഈ ടേം പ്ലസ് y²/4 ആണ് ആഡ് ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ പർപ്പസ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലാക്കുന്നവർക്ക് നല്ലത്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ, കുഴപ്പമില്ല. കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇത് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഈ ബോക്സ് ഉള്ളത് രണ്ട് സൈഡും ആഡ് ചെയ്യുന്നുള്ളത് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ശരി, അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ ബോക്സ് ഉള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ 2 എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്. റൈറ്റ് സൈഡിൽ എ സ്ക്വയർ ബൈ 4 മൈനസ് ബി ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് സി എക്സ് മൈനസ് ഡി എന്ന് ഓൾറെഡി ഉണ്ട്. രണ്ട് സൈഡിൽ ഞാൻ ഈ റെഡ് അണ്ടർലൈനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ 2 എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ 4 രണ്ട് സൈഡിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ഇത് വൈ ബൈ 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ബൈ 2 ഹോൾ സ്ക്വയർ, അതായത് വൈ സ്ക്വയർ ബൈ 4 വരും. ഇത് 2ab 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ 2 എക്സ്, ബി എന്താണ് വൈ ബൈ 2. അപ്പോൾ ഇത് വരുമല്ലോ. നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണത്. എ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ 2, ഇത് എ പ്ലസ് ബി എന്താണ്? വൈ ബൈ 2 പ്ലസ് ബി അല്ലേ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ എപ്പോഴും. എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ 2 എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു വൈ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഒന്ന് പൊളിച്ച് സിമിലർ ടേംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ടേംസ് എ സ്ക്വയർ ബൈ 4 മൈനസ് ബി എന്ന് പറഞ്ഞിട്ടൊരു എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. ഇവിടെ പിന്നെ ഒരു വൈ എക്സ് സ്ക്വയർ കയറി വരും അല്ലേ. ഓൾറെഡി എ സ്ക്വയർ ബൈ 4 മൈനസ് ബി ടൈംസ് എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് വൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം കൂടെ ഇവിടെ നിന്ന് വരും. അപ്പോൾ അതിൻ്റെ കൂടെ എ സ്ക്വയർ ബൈ 4 മൈനസ് ബി പ്ലസ് വൈ ടൈംസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി എക്സിൻ്റെ ടേംസ് ഇവിടെ ഒരു മൈനസ് സി എക്സ് ഉണ്ട്, പിന്നെ വൈ ഇൻറ്റു എ ബൈ 2 എക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് സി എക്സും ഉണ്ട്, പിന്നെ ഒരു പ്ലസ് വൈ ഇൻറ്റു എ ബൈ 2 എക്സും കൂടെ വരും. ഒന്ന് എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് സി പ്ലസ് എ ബൈ 2 ടൈംസ് വൈ. ഒന്ന് നന്നാക്കി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എ ബൈ 2 വൈ പോസിറ്റീവ് അല്ലേ, അപ്പോൾ ആദ്യം എഴുതി എ ബൈ 2 വൈ മൈനസ് സി ടൈംസ് എക്സ്. തലതിരിച്ച് എഴുതിയാൽ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ എക്സ് ഉള്ള ടേംസൊക്കെ ഒരുമിച്ചാക്കിയിട്ട് എക്സ് പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനി എക്സ് ഇതൊന്നുമില്ലാതെ ജസ്റ്റ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ വൈയും പിന്നെ കോൺസ്റ്റൻസ് മാത്രം വരുന്നത്. വൈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഡി ഉണ്ട്, അതെ, പിന്നെ ഒരു വൈ സ്ക്വയർ ബൈ 4 ഉണ്ട്. അപ്പോൾ മൈനസ് ഡിയും വൈ സ്ക്വയർ ബൈ 4 ചേർത്തിട്ട് ജസ്റ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഭാഗത്ത് എഴുതി വെച്ചു. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഒരു ഭാഗം, എക്സിൻ്റെ ഒരു ഭാഗം, എക്സ് ഇല്ലാത്തൊരു ഭാഗം. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് ഇത് മെയിൻ പാർട്ട് തന്നെയാണ്. അടുത്തത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് എപ്പോഴും. റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന രീതിയിൽ ഉള്ള വൈ ഏതാണെന്ന് ആലോചിക്കും. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് വൈ സോ ദാറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ നമ്പർ 4 ഈസ് ഓൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ. 4ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന രീതിയിൽ ഒരു വൈ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്നും കൂടെ എടുത്ത് എഴുതണം. എന്താണത്? റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം കേട്ടോ. എ സ്ക്വയർ ബൈ 4 മൈനസ് ബി പ്ലസ് വൈ ടൈംസ് എക്സ് സ്ക്വയർ, എ ബൈ 2 വൈ മൈനസ് സി ടൈംസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ 4 മൈനസ് ഡി. ഇതാണ് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്. എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം, എക്സിൻ്റെ ഒരു ടേം, എക്സ് ഇല്ലാത്തൊരു ടേം, കോൺസ്റ്റൻറ്റ് ടേം. ഇതൊരു ക്വാഡ്രാറ്റിക് എക്സ് അല്ലേ? ഓക്കെ, ഇനി പറയുന്നത് ഇതും മനസ്സിലാക്കിയാൽ നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കായിട്ട് 10ാം ക്ലാസ് ലെവലിൽ തന്നെ അറിയേണ്ടതാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ് ഞാൻ എഴുതിയത്. ഇക്വേഷൻ അല്ല, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നുണ്ട്. ഇത് ഏതിൻ്റെ സ്ക്വയർ ആവാൻ ചാൻസ്? ഇത് സെക്കൻഡ് ഡിഗ്രി അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡിഗ്രീൻ്റെ ഞാൻ വേണമെങ്കിൽ ഒരു ഇ എക്സ് പ്ലസ് എഫ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്ക്വയർ അല്ലേ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആവുക. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇ എക്സ് പ്ലസ് എഫ് ഓൾ സ്ക്വയർ എന്ന രീതിയിൽ വരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു സാധനം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ സപ്പോസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, അത് കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ പോകട്ടോ. അതൊന്നും നിങ്ങളുടെ പ്രൂഫിൽ വേണ്ട, അല്ലെങ്കിൽ ഈ സെക്ഷനിൽ വേണ്ട. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതി കൊടുത്താൽ മതി. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു ഇ എക്സ് പ്ലസ് എഫ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമെന്ന് കരുതുക. അതെന്ന് എനിക്ക് വേറെ കാര്യം പറയാൻ പറ്റും. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇ എക്സ് പ്ലസ് എഫ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആവുമല്ലോ. സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇ എക്സ് പ്ലസ് എഫ് ഈക്വൽ ടു 0 ആവുമല്ലോ. ഇതൊന്ന് ഞാൻ എക്സ് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്ലസ് എഫ് അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് എഫ് ബൈ ഇ, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ബൈ ഇ. ഒറ്റ സൊല്യൂഷനല്ലേ കിട്ടുള്ളൂ. അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ, എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ബൈ ഇ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ. എപ്പോഴാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒറ്റ സൊല്യൂഷൻ മാത്രമായി മാറുക? എപ്പോഴും ഒറ്റ സൊല്യൂഷൻ മാത്രമാവുക ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആകുമ്പോൾ.
ഓക്കെ, നമ്മൾ പഠിച്ചതല്ലേ, 10ാം ക്ലാസ് പഠിച്ചതാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒറ്റ സൊല്യൂഷൻ മാത്രം ആവുന്നത് ബി സ്ക്വയർ മൈനസ് 4ac 0 ആകുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. ax² + bx + c = ex + f ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ b² - 4ac മസ്റ്റ് ബി ഈക്വൽ ടു 0. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. x² - 2x + 1 = 0 എന്ന് ഞാൻ എഴുതി എഴുതാം. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. കാരണം എന്താ അറിയോ, ഇത് x - 1 ഹോൾ സ്ക്വയറാണ്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് പറയാം, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ b² - 4ac 0 ആയിരിക്കും. b² - 4ac 0 ആണെങ്കിൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ax² + bx + c = c, ഈ x² + bx + c = ex + f ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ ഇഫ് b² - 4ac മസ്റ്റ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മുടെ പർപ്പസ് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ b² - 4ac 0 ആവണ്ടേ. ഓക്കെ, അതാണ് നമ്മുടെ കണ്ടീഷൻ. ഞാൻ പറഞ്ഞല്ലോ, ജനറലായിട്ട് പറയുമ്പോൾ വലിയ ദഹിക്കലൊന്നും ഉണ്ടാവില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്ര പണിയൊന്നും ഇല്ലാന്ന് തോന്നും, മനസ്സിലാവും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ b² - 4ac മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇതിൻ്റെ ബി എന്താണ്, എ എന്താണ്, സി എന്താണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ കോഷ്യൻറ്റ്. എ എന്ന് പറഞ്ഞാൽ എന്താ, x² കോഷ്യൻറ്റ്. സി എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻ്റ് ടേം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ബി ഇട്ട് കൊടുക്കാം, എ കൊടുക്കാം, സി കൊടുക്കാം. എന്താ വരിക ബി കൊടുത്താൽ? ബി എന്ന് പറഞ്ഞാൽ a/2y - c ആണ്. -4 × എ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ടേമാണ്, അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നു. 4 × a × c എന്ന് പറഞ്ഞാൽ y² - d ആണ്. ജസ്റ്റ് b² - 4ac എന്നുള്ള ഫോമാറ്റിൽ ബിയും എയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ടു 0. ഓക്കെ, നമ്മളൊരു പുതിയ ഒരു ഇക്വേഷൻ വൈൻ്റെ ടേംസിൽ ഉണ്ടാക്കിയെടുക്കാൻ പോവാം. എക്സിൻ്റെ ടേംസ് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ വൈൻ്റെ ടേംസും തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇതിങ്ങനെയാണ് ഫെറാരീസ് മെത്തേഡ്, വെറുതെ അല്ല എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ a/2y - c ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അതിന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഇത് ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ അല്ലേ, സബ്ട്രാക്ട് ചെയ്യാം. 2നെ അങ്ങോട്ട് കൊണ്ടുപോകാം, 2c ആവും. അപ്പോൾ ay - 2c/2 ഹോൾ സ്ക്വയർ ആവും. -4 × സാവധാനം ഫ്രാക്ഷൻ്റെ ഓപ്പറേഷൻ ചെയ്യാം. a² - 4 - b + y. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ 4 ഒക്കെ ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന ഇവിടെ /4, ഇവിടെ അതെ /4. ഇപ്പോൾ എന്ത് വരും, a² - 4b + 4y all / 4 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു ഇവിടെ നമുക്ക് ചെയ്യാം, ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യാം. ഈ 4നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ y² - 4d/4. ഇവിടെ ഇൻറ്റു ആണ്. ഓക്കെ, ഇവിടെ ഇൻറ്റു ആണ്. ശരി, ഇനിയിപ്പോൾ ചെയ്യാവുന്നതിൽ ഇപ്പോൾ എന്താ, ഫസ്റ്റ് ടേമിൽ സ്ക്വയർ മേലിൽ താഴെ അപ്ലൈ ചെയ്യാം. ay - 2c ഹോൾ സ്ക്വയർ / 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. ഞാനത് ചെയ്തു. മൈനസ് ഇവിടെ നോക്കി നോക്ക്, ഈ ഒരു 4ഉം താഴത്തെ ഏതെങ്കിലും ഒരു 4ഉം കട്ട് ചെയ്ത് കളയാമല്ലോ. 2 4 ഉണ്ട്, ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ വരിക, a² - 4b + 4y × y² - 4d all / 4. ഒറ്റ 4 വരുള്ളൂ. ഇനി നോക്കി നോക്ക്, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ നമുക്കത് സബ്ട്രാക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും, ay - 2c ഹോൾ സ്ക്വയർ a² - 4b + 4y × y² - 4d. വലിയ ടേമാണ്, all / 4 വരും. ആ 4നെ റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻറ്റു 4 അത് 0 ആയി പോകും. കാരണം ഡിനോമിനേറ്ററിൽ / 4 വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും പോയിക്കോളും. 0 × 4 അത് പോയി. അത് ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ വരിക, ay - 2c ഹോൾ സ്ക്വയർ a² - 4b + 4y × y² - 4d = 0. ഓക്കെ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി, ശ്രദ്ധിക്കാം. ഇനി a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ay-ൻ്റെ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² - 2ab + b². ay-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² y² മൈനസ് 2ab. അപ്പോൾ 2ab പറഞ്ഞു കഴിഞ്ഞാൽ 2 × ay × 2c. അപ്പോൾ എന്താ വരും, 4 × acy എന്ന് വരും. ഓക്കെ, a - b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഫസ്റ്റ് ടേം. 2cൻ്റെ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 4c² മൈനസ് ബ്രാക്കറ്റ് പൊളിക്കാം, സമയം എടുത്ത് ബ്രാക്കറ്റ് പൊളിക്കുക, കാരണം ഒരുപാട് ടേംസ് ഉണ്ടാവും. a² × y².
ബ്രാക്കറ്റ് കൊടുക്കണേ. പിന്നെ എ സ്ക്വയർ ഇൻറ്റു -4d പറഞ്ഞാൽ -4a²d -4b ഇൻറ്റു y². ജസ്റ്റ് അതുപോലെ ഓരോന്നായിട്ട് എഴുതി. -4b ഇൻറ്റു -4d പറഞ്ഞാൽ +16bd. 4y ഇൻറ്റു y² എന്ന് പറഞ്ഞാൽ 4y³. 4y ഇൻറ്റു -4d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -16yd. എല്ലാതും ബ്രാക്കറ്റിനകത്താണ്, =0. സിംപ്ലിഫിക്കേഷനാണ് നമ്മൾ ചെയ്ത് വൈൻ്റെ ഒരു ക്യൂബിക് ഇക്വേഷനായിട്ട് മാറ്റാൻ പോവാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ സ്പേസ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ചെയ്യാവുന്ന ഇപ്പോൾ എന്താ, a² y². ഇവിടെ നോക്കി നോക്കുക, ഒരു a² y² ഉണ്ട്. ഇവിടെ മൈനസ് ഉള്ളിക്കെടുത്ത് കഴിഞ്ഞ് a² y² ക്യാൻസലായി പോവില്ലേ? അതെന്തായാലും ക്യാൻസലാവുമോ? ഓക്കെ പോട്ടെ, ഇല്ല. ശരി, ഇനി ഇതിൽ നോക്കി നോക്കുക, ഒരു 4y³. y ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ 4y³ ടേം ഉണ്ട്, അത് ആദ്യം എടുത്ത് എഴുതി 4y³. ഇനി y² ഏതൊക്കെ ടേംസാണ് ഉള്ളത്? ഒരു -4b y² ഉണ്ട്. പിന്നെയോ അതന്നെ ഉള്ളൂ അല്ലേ. അപ്പോൾ -4b y². വൈൻ്റെ ടേംസ് ഒരു -4acy ഉണ്ട്. അപ്പോൾ -4acy ഉണ്ട്. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ +4y³ ആയിരുന്നു, മൈനസ് ബ്രാക്കറ്റിന് പുറത്തുള്ളതുകൊണ്ട് -4y³ ആവും. ഇനി വൈൻ്റെ ടേംസ് ഏതെങ്കിലും ഉണ്ടോ ബാക്കി എഴുതാൻ വിട്ടുപോയത്? ഇതേ -16yd, അതായത് -16yd. അത് -16 അല്ല, അത് പുറത്തത് മൈനസും കൂടെ ചേർന്നിട്ട് +16yd ആവും. ഓക്കെ, ഇനി ചെയ്യാവുന്നത് വൈൻ്റെ ടേംസ് ഇല്ല, വെറും കോൺസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ കോൺസ്റ്റൻസ് വരുന്നത്? ഒരു 416bd. അത് +16bd അല്ല, -16bd ആണ്. ഇനി കോൺസ്റ്റൻസ് മാത്രമുള്ളത് -4a²d, അഥവാ മൈനസ് ചേർന്നിട്ട് +4a²d. പിന്നെ കോൺസ്റ്റൻറ്റ് മാത്രമുള്ളത് ഒരു +4c². വൈ ഇല്ലാത്ത ടേംസേ അത് +4c². ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കൂ, ഇതിൽ y³ ആണ് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോഷ്യൻ്റ് പോസിറ്റീവ് ആക്കി മാറ്റുമല്ലേ നല്ലത്. പിന്നെ എല്ലാത്തിനും 4ൻ്റെ മൾട്ടിപ്പിൾസാണ് കോഷ്യൻസ് എല്ലാം. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് /4 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം 4 കട്ടായി പോകും. -4 ചെയ്ത് കഴിഞ്ഞാൽ ലീഡിങ് കോഷ്യൻ്റ് 1 ആയിക്കോളും. അപ്പോൾ എല്ലാത്തിനും ഞാൻ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയുകയും ചെയ്യാം. മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കാം, പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആക്കാം. ഓക്കെ, എന്ത് വരും? ഇവിടെ -4y³ എന്നുള്ളത് വെറും y³ ആവും. ഇവിടെ -4 ക്യാൻസലായി പോയിട്ട് +b y² ആവും. ഇവിടെ -4 ക്യാൻസലായിട്ട് +acy ആവും. ഇവിടെ -4 ക്യാൻസലായിട്ട് -4yd ആവും. ഓക്കെ, ഇവിടെ -4 ക്യാൻസലായി കഴിഞ്ഞാൽ +4bd ആവും. ഇവിടെ -4 ക്യാൻസലായിട്ട് -a²d ആവും. ഇവിടെ -4 ക്യാൻസലായിട്ട് -c² ആവും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത്, നോക്കിക്കോളൂ, y³ അതുപോലെ എഴുതി, -b y² അതുപോലെ എഴുതി. വൈൻ്റെ 2 ടേംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏതൊക്കെ 2 ടേംസ്? ഈ 2 ടേംസ് നമ്മൾ -4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ +ac ആയിട്ടുണ്ടാവും, ഇവിടെ -4d ആയിട്ടുണ്ടാവും, y ഉണ്ടാകുന്നതുകൊണ്ട്. അപ്പോൾ ac -4dy. ബാക്കിയുള്ള ടേംസൊക്കെ കോൺസ്റ്റൻറ്റ് ടേംസൊക്കെ ഞാൻ ഇത്രയും y ഇല്ലാത്ത ടേംസാണ് സെപ്പറേറ്റ് എഴുതി. ഇപ്പോൾ നോക്കി നോക്കൂ, y³ y² y പിന്നെ y ഇല്ലാത്ത ടേം. ഇപ്പോൾ ഇതൊരു ക്യൂബിക് ഇക്വേഷനാണ് ഇൻ y എന്ന വേരിയബിളിലുള്ള ക്യൂബിക് ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുന്ന ഒരു y കണ്ടുപിടിക്കണം. റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെന്നുണ്ടെങ്കിൽ b² - 4ac 0 ആവണം. b² - 4ac 0 ആക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വൈകളാണ് ഇതിനകത്ത് വരിക. അതായത് ഈ 5 എന്ന ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷന് മാത്രമേ ആ നേരത്തെ പറഞ്ഞ റൈറ്റ് ഹാൻഡ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുള്ളൂ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ വൈൻ്റെ ടേംസിലൊരു ക്യൂബിക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഈ ക്യൂബിക് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. ക്യൂബിക് ഇക്വേഷൻ സൊല്യൂഷൻ കാണാൻ നമ്മൾ പഠിച്ച് കാർഡൻസ് ഫോർമുല, അതൊക്കെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ സമയം പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് ഇൻസ്പെക്ഷനിലൂടെ നോക്കിയാൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ a0 അല്ലെങ്കിൽ an ഡിവൈസേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിലൂടെ തന്നെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അതിനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അല്ലാതെ നിങ്ങൾ എക്സാം ആളൊന്നും ഒരുപാടൊന്നും ഇടങ്ങാറാക്കില്ല. ഇതന്നെ ലെങ്തിയാണ്. അപ്പോൾ ഈ 5 എന്ന ക്യൂബിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനാണ് അടുത്ത സ്റ്റെപ്പ്.
അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക. അതുകൊണ്ട് ഇതിനെ ഈ ഇക്വേഷന് റിസോൾവൻ്റ്, നമ്മളെടുത്ത ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റിസോൾവൻ്റ് എന്ന് പറയും. ഓക്കെ, അതിനെ റിസോൾവ് ചെയ്യുന്ന നമ്മുടെ ഈ വൈ വാല്യൂസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റിസോൾവൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഈ ഇക്വേഷനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സപ്പോസ് നമ്മൾ ഒരു വൈ കണ്ടുപിടിച്ചു, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതായിരുന്നു, ഇത്രയും വലിയ സംഗതിയായിരുന്നു. അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി എന്ന് കരുതുക. സപ്പോസ് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി, അങ്ങനെ ആക്കിയതുകൊണ്ട് എങ്ങനെ സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഫോർ സം ഈ എഫ്, ഏതോ രണ്ട് ഇക്കും എഫിനും നമ്മളിങ്ങനെ ഒരു, ഇത് സെക്കൻഡ് ഡിഗ്രി ആണല്ലോ, അപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിലുള്ളതിന് പകരം ഇ എക്സ് പ്ലസ് എഫ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇക്വേഷൻ 4 എന്തായിരുന്നു? ഇക്വേഷൻ 4 എവിടെ? അതെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ, റൈറ്റ് ഹാൻഡ് സൈഡ് വലിയൊരു സംഗതി, അതായിരുന്നു നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതിന് പകരം എനിക്ക് ഇ എക്സ് പ്ലസ് എഫ് ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ ടു എക്സ് പ്ലസ് വൈ ബൈ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇ എക്സ് പ്ലസ് എഫ് ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ ഒന്നുകിൽ എ ഈക്വൽ ടു ബി ആവും, അല്ലെങ്കിൽ എ ഈക്വൽ ടു മൈനസ് ബി ആവും, പ്ലസ് ഓർ മൈനസ് ബി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ ടു എക്സ് പ്ലസ് വൈ ബൈ ടു ഈക്വൽ ടു ഒന്നുകിൽ ഇ എക്സ് പ്ലസ് എഫ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ ബൈ ടു എക്സ് പ്ലസ് വൈ ബൈ ടു ഈക്വൽ ടു മൈനസ് ഇ എക്സ് പ്ലസ് എഫ്. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടും. ഇനി നിങ്ങൾ നോക്കി നോക്കൂ, ഇത് എക്സ് സ്ക്വയർ എക്സ്, പിന്നെ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറില്ലേ? ഇത് വേറൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറില്ലേ? അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റൂട്ട് കിട്ടും. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 റൂട്ട് കിട്ടും. ഓൺ സോൾവിങ് ദീസ് 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സെപ്പറേറ്റ്ലി വി ഗെറ്റ് ദ 4 റിക്വയർഡ് റൂട്ട്സ്. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. സംഭവം ജനറലായിട്ട് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുള്ളതായി തോന്നില്ല പ്രൊസീജിയർ എങ്ങനെ ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഒരു 2 സെപ്പറേറ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് കിട്ടും. അത് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ 2 സൊല്യൂഷൻസ് ഇവിടെയും കിട്ടും. അതായിരിക്കും നമുക്ക് വേണ്ട ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 4 സൊല്യൂഷൻസ് അഥവാ 4 റൂട്ട്സ്. ഓക്കെ, വെറാരീസ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം.